ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. ഇപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് എടുക്കുന്നത്. നമ്മളെ വീടിൻ്റെ ചുറ്റും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ. അതിൽ നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും കാണാൻ. ഇതുപോലെയുള്ള കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ എടുക്കാം. പിന്നെ ഫ്ലവേഴ്സ് മാത്രമല്ല കേട്ടോ, നല്ല നല്ല ലീവ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ജേർണലിങ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇസ്ലാമിക് പ്ലാനർ, മന്ത്ലി പ്ലാനർ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ് വെക്കുകയാണെങ്കിൽ നമ്മളെ പ്ലാനർ കാണാൻ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. മാത്രമല്ല യാതൊരു ക്യാഷ് ചിലവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. നമുക്കിഷ്ടമുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിതാ കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റോസ് ഫ്ലവറും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കാദ്യം ഈ റോസ് ഫ്ലവർ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിക്കർ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാനിതാ ഒരു 3 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു 3 ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിതാ മുകളിലുള്ള ഭാഗം അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് മറിച്ചിട്ട് മറ്റേ സൈഡ് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മളെ ഫ്ലവർ എന്തായി എന്നുള്ളത് നോക്കാം. മാഷാ അല്ലാഹ്, ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇത് ടിഷ്യൂ പേപ്പറിൽ നന്നായി ഒട്ടി പിടിച്ച പോലെ ഉണ്ട്. അതുകൊണ്ട് തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും ബുക്സിൻ്റെ ഇടയിലോ ഡയറിയുടെ ഇടയിലൊക്കെ സൂക്ഷിച്ച് വെക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ 2 സൈഡും സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ശരിക്കും ഒരു സ്റ്റിക്കർ പോലെ തന്നെ ഉണ്ട് കാണാൻ. നമ്മൾ ഒറിജിനൽ ഫ്ലവർ വെച്ചിട്ട് ചെയ്തതാണെന്നൊന്നും കണ്ടാൽ പറയില്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഫ്ലവർ വെച്ചിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. മുമ്പൊക്കെ പലതരത്തിലുള്ള ലീഫൊക്കെ ബുക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാറുണ്ടായിരുന്നു. ഫ്ലവർ ഇങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇതുപോലെ സ്റ്റിക്കേഴ്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും അയൺ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ റോസ് ഫ്ലവർ, അതുപോലെ തന്നെ ബോഗെയിൻവില്ല ഇതൊക്കെ നന്നായിട്ട് സ്റ്റിക്കറായിട്ടുണ്ടായിരുന്നു. പക്ഷേ 10 മണിപ്പൂവുണ്ടല്ലോ, അത് തീരെ സ്റ്റിക്കറായിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ പൂവിൽ വെള്ളത്തിൻ്റെ അംശം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റിക്കറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 10 മണിപ്പൂവൊക്കെ എടുത്തത്. പിന്നെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ. എന്തായാലും അത് ഫ്ലോപ്പായിട്ടുണ്ട്. ബാക്കിയെല്ലാം സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ജേർണലിങ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ജേർണലിങ് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ നമുക്ക് സ്റ്റിക്കർ ആവശ്യമായിട്ടുള്ളത് അവിടെ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്താൽ മതി. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി ജേർണലിങ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അത് ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് എൻ്റെ പ്രയർ ഡ്രസ്സും പ്രയർ മാറ്റും ഒക്കെ ഒന്ന് അലക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വലിയ വെയിലൊന്നുമുള്ള ദിവസമായിരുന്നില്ല, പക്ഷേ ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രയർ ഡ്രസ്സ് ഉണങ്ങിക്കിട്ടി. പ്രയർ മാറ്റ് പിന്നെ 2 ദിവസം മുന്നേ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രയർ ഡ്രസ്സും പ്രയർ മാറ്റും എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. 2 ആഴ്ച കൂടുമ്പോഴോ അതല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമോ നമ്മൾ പ്രയർ ഡ്രസ്സ് അലക്കിയിടണം. അതിലങ്ങനെ അഴുക്കൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ നല്ല വിയർപ്പിൻ്റെ സ്മെല്ലുണ്ടായിരിക്കും. വിയർപ്പ് നജസൊന്നും അല്ലെങ്കിലും നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിലാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുള്ള രീതിയിൽ വേണം നമ്മൾ നിസ്കരിക്കാൻ. നമ്മൾ പ്രയർ ഡ്രസ്സും പ്രയർ മാറ്റും എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ പ്രയർ ഡ്രസ്സിൽ ഇതുപോലെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യാറുണ്ട്. പ്രയർ മാറ്റിലും പ്രയർ ഡ്രസ്സിലൊക്കെ അത് ഇങ്ങനെ തേക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും നിസ്കരിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അസ്ർ നിസ്കാര ശേഷം ഞാനിപ്പോൾ സൂറത്തു നൂഹാണ് ഓതുന്നത്. സൂറത്തു നൂഹ് ഓതിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് എന്ത് ദുആ ചെയ്താലും ആ ദുആക്ക് പെട്ടെന്ന് തന്നെ ഉത്തരമുണ്ടെന്നാണ് പറയുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ സൂറത്തു റഹ്മാൻ അതുപോലെ സൂറത്തു നബ ഈ സൂറത്തുകളൊക്കെ മാറി മാറി ഓതാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ സൂറത്തു നൂഹാണ് ഓതുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഞാനെപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ പാലെടുത്തിട്ടുള്ള അതേ ക്വാണ്ടിറ്റിയിൽ വെള്ളം ചേർക്കാറുണ്ട്. എനിക്കതാണ് കൂടുതലിഷ്ടം. പിന്നെ ഞാനിപ്പോൾ പഞ്ചസാര വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. ആദ്യമൊക്കെ ഞാൻ ഒരുപാട് മധുരമുള്ള ചായയാണ് കുടിച്ചിരുന്നത്. അതുപോലെ തന്നെ ലഡു, ജിലേബി അങ്ങനെയുള്ള മധുരമുള്ള എല്ലാ ഐറ്റംസും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എനിക്കതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഈ പഞ്ചസാര അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ സ്കിന്നിനെയും ഹെൽത്തിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. കുറച്ച് ദിവസം നമ്മൾ പഞ്ചസാര പൂർണ്ണമായിട്ടും ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കിന്നിൻ്റെ കാര്യത്തിലായാലും അതുപോലെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല ചേഞ്ചസ് വരുമെന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ പൂർണ്ണമായിട്ടും പഞ്ചസാര ഒഴിവാക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ ആദ്യത്തേതിനേക്കാളും വളരെ കുറച്ചളവിൽ മാത്രമേ ഇപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ചെടികളൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ചെടികളൊന്നും അങ്ങനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആകെ പുല്ലുകൾ മുളച്ചിട്ടുണ്ട്. എല്ലാ പോട്ടിലും ഇതുപോലെ പുല്ലുകൾ മുളച്ചിട്ടുണ്ട്. പറിച്ചാൽ കിട്ടുന്ന പോലുമില്ല, അത്രക്കും ഉറപ്പിലാണ് ഉണ്ടായിട്ടുള്ളത്. കുറച്ച് പുല്ലുകളൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും കൈയൊക്കെ നല്ല വേദന ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് പറിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. ബാക്കിയുള്ളത് ഇനി പിന്നെ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിവെച്ചു. അടുത്തതായിട്ട് നമുക്കിനി അസ്മാഉൽ ഹുസ്ന ജേർണലിങ് നോക്കാം. അസ്മാഉൽ ഹുസ്നയിലെ 74ാമത്തെ ഇസ്മാണ് അൽ അവ്വലു, അനാദ്യനായവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് കച്ചവടമോ മറ്റോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ എല്ലാ കാര്യങ്ങളിലും യോജിപ്പും ഐക്യവും ഉണ്ടാകും. യാത്രക്കാർ എല്ലാ വെള്ളിയാഴ്ചയും ഈ ഇസ്മ പതിവാക്കുക. 75ാമത്തെ ഇസ്മാണ് അൽ ആഖിറു, അന്ത്യമില്ലാത്തവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. നമ്മളെ ജീവിതം നന്നായി തീരാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ പതിവാക്കിയാൽ മതി. അതുപോലെ തന്നെ ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് ആത്മീയ വെളിച്ചം ലഭിക്കും. ഇനി 76ാമത്തെ ഇസ്മാണ് അൽ ളാഹിറു, പ്രത്യക്ഷനായവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ളുഹ നിസ്കാര സമയത്ത് ഇത് ചൊല്ലുന്നവന് വിലായത്തിൻ്റെ പ്രകാശം ഹൃദയത്തിൽ പ്രകടമാകും. 77ാമത്തെ ഇസ്മാണ് അൽ ബാത്തിനു, പരോക്ഷനായവൻ എന്നാണ് അർത്ഥം. ഇത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഈ ഇസ്മ 145 തവണ ചൊല്ലിയാൽ ഹലാലായ മുറാദുകൾ സാധിക്കും. 78ാമത്തെ ഇസ്മാണ് അൽ വാലിയു, സർവാധിപൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഈ ഇസ്മ പതിവാക്കിയാൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടും. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 78 ഇസ്മ ജേർണലിങ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ചെയ്യാം.
ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ പോവാണ്. മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള സമയം നമ്മളെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മൾ വെറുതെ പാഴാക്കി കളയരുത്. ഈ സമയം നമുക്ക് ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും ഒക്കെ പ്രയോജനപ്പെടുത്താം. മഗ്‌രിബിൻ്റെ ശേഷം ഞാൻ ചൊല്ലാറുള്ള സൂറത്തുൽ വാക്കിയ ആണ്. ഈ സൂറത്ത് നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ ലഭിക്കും. വാക്കിയ സൂറത്ത് മാത്രമല്ല, അതുകൂടാതെ മറ്റുള്ള സൂറത്തുകളും ഓതാറുണ്ട്. പിന്നെ ഇശാ നിസ്കാര ശേഷം നമ്മൾ സൂറത്തുൽ മുൽക്ക് നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം. ഓരോ സൂറത്തുകളും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ ജേർണലിങ് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റെഡിയാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1.5 ടീസ്പൂണ് വിനീഗർ. ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഓരോ ചിക്കൻ്റെ പീസും വെച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈയിൽ മുട്ടയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഈ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ഉള്ളതായിരിക്കും. ചിക്കൻ ഫ്രൈ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. ഞാനിതിൻ്റെ മുന്നേ വേറൊരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ രീതിയിൽ ചെയ്യുമ്പോഴും പല പല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ലല്ലോ. ഇനി ചിക്കൻ ഫ്രൈ ആക്കിയ ഓയിലിലേക്ക് കുറച്ച് വേപ്പില, 3 പച്ചമുളക്, കുറച്ച് സവാള കട്ട് ചെയ്തത് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. പിന്നെ ഇതിൻ്റെ കൂടെ ഡിന്നറിന് പൊറോട്ടയാണ് കേട്ടോ കഴിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മളിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.